അപ്പോൾ ഇന്ന് നമ്മൾ ഈവനിങ്ങിലേക്ക് ഇച്ചിരി പപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 എഗ്ഗ് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പപ്സ് ഉണ്ടാക്കുന്ന ഷീറ്റ് നമ്മൾ വാൾമാർട്ടിൽ നിന്ന് വാങ്ങുന്ന ഇത് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ പീസായിട്ട് കിട്ടും. ഇത് ഫ്രോസൺ ആണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ എടുത്ത് പുറത്തേട്ട് വെക്കണം, നല്ല സോഫ്റ്റായി കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ പപ്സ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് ഒരു 6 പപ്സിന് വേണ്ട ഒരു 2 ഒനിയൻ, ലേശം ജിഞ്ചർ, ഗാർലിക്ക്, കുറച്ച് മല്ലിയെല്ലാം ചോപ്പ് ചെയ്ത് ഇത്ര ഞാനങ്ങ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മളപ്പോൾ ആദ്യം പാൻ വെച്ചു. അതിൻ്റെ അകത്ത് ഓയിൽ ചൂടായി കഴിയുമ്പോൾ കുറച്ച് പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്. പെരിഞ്ചീരകം ജസ്റ്റ് ഒന്ന് പൊട്ടുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് ഒന്ന് നൈസായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് വാടുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒനിയനും മല്ലിയിലയും അങ്ങിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ തീ കൂട്ടിയാണ് വെച്ചേക്കുന്നത്, പെട്ടെന്നൊന്ന് ഇതായി വരാനായിട്ട്, ഒന്ന് വാടി വരാനായിട്ട്. അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നാൽ പിന്നെ അത് അടി പിടിക്കത്തില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുന്ന മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/4 സ്പൂണ് ഉപ്പ് ഒന്ന് പെട്ടെന്ന് വാടി വരാനും, പിന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ഒരുപാട് എരിവ് വേണ്ടല്ലോ, ജസ്റ്റ് ഒരു എരിവ് മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 1/2 സ്പൂണ്, പിന്നെ ആ കളറൊന്ന് മാറാനായിട്ട് ഒരു 1/2 സ്പൂണ് മുളക് പൊടിയും ഒരു 1/4 സ്പൂണ് ഗരം മസാല, നല്ല സ്മെല്ല് കിട്ടാനൊക്കെ ആയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. തീ കൂട്ടി വെച്ചിട്ടുണ്ട്, ഇളക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തീ കൂട്ടി വെച്ചങ്ങനെ. പിന്നെ ഞാൻ ഒരു ലേശം കെച്ചപ്പ് ഒഴിച്ചായിരുന്നു കേട്ടോ. പിന്നെ ആദ്യം നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച എഗ്ഗ്, ഞാനപ്പോൾ നന്നായിട്ട് വെള്ളം ചൂടായി കഴിഞ്ഞിട്ട് ഒരു 7 മിനിറ്റാണ് എഗ്ഗ് ഇടാറുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ നൈസ് ഒരു യെല്ലോ ഷെയ്ഡിൽ എഗ്ഗ് നന്നായിട്ട് കിട്ടും, സോഫ്റ്റായിട്ട്. അത് കഴിഞ്ഞ് ആദ്യം നമ്മുടെ മസാല റെഡിയായിരുന്നു. മസാല ഒന്ന് ചെറുതായിട്ട് ചൂടാറിയപ്പം ഒരുപാട് മസാല ഷീറ്റിൻ്റെ അകത്ത് ഇടുന്നില്ല, അന്നേരം പിന്നെ അത് നമുക്ക് ഫോൾഡ് ചെയ്യാൻ ഭയങ്കര മല്ലായിരിക്കും. അപ്പോൾ ഞാൻ ഒരു സ്പൂണ് ചെറിയ സ്പൂണ് അതിൻ്റെ അകത്ത് ഒരു സ്പൂണ് വെച്ചിട്ട് മസാല ഇട്ടു. പിന്നെ എന്നാ വെച്ചാൽ ഈ മസാല അത്യാവശ്യം ഇച്ചിരി വലിയ എരിവില്ല, അത്യാവശ്യം ഞാൻ ഇച്ചിരി കെച്ചപ്പ് ചേർത്തതുകൊണ്ട് ഇച്ചിരി ഒരു ചെറിയൊരു മധുരവും ഒരു ഇതൊക്കെ ഉണ്ട് മസാലയ്ക്ക്. മസാല റെഡിയാക്കി, മസാല ഇട്ടതിന് ശേഷം നമ്മളിപ്പോൾ ഈ ഫോയിൽ പേപ്പർ ഇട്ടിട്ട് വെച്ചാൽ എന്നാന്ന് വെച്ചാൽ ഇത് അടി പിടിക്കത്തില്ല. അല്ലെങ്കിൽ ഈ സാധനം നമ്മൾ ഓവൻ്റെ അകത്ത് വെച്ച് കഴിയുമ്പോൾ പിന്നെ അടിയിൽ ഭയങ്കര സ്റ്റിക്കായിട്ടിരിക്കും. ഇതാകുമ്പോൾ പിന്നെ ഫോയിൽ പേപ്പർ അത് നമുക്ക് ഡിഷ് വാഷും ചെയ്യേണ്ട ആവശ്യമില്ല, ഫോയിൽ പേപ്പർ അങ്ങ് മടക്കി കളഞ്ഞാൽ മതിയല്ലോ. ഇങ്ങനെ ഇതിപ്പോൾ ഈ ഷീറ്റ് നമുക്കിങ്ങനെ വാങ്ങാൻ കിട്ടുന്നതുകൊണ്ട് നമുക്ക് പപ്സ് ഉണ്ടാക്കാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ ഭയങ്കര വല്ല ഉണ്ടാക്കലൊക്കെ. എഗ്ഗും വെച്ച് റെഡിയാക്കി. ഇനി നമുക്ക് ഈ സാധനം നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്യണം. അപ്പോൾ ഈ ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ മേളിൽ ഇച്ചിരി എഗ്ഗ് വെച്ചിട്ട് നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അത് ബേക്ക് ചെയ്യുമ്പോൾ നല്ല മേളിൽ ഇച്ചിരി യെല്ലോ ഷെയ്ഡിൽ നല്ല ഇച്ചിരി ക്രിസ്പി ആയിട്ട് വരാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു മുട്ടയും അതിൻ്റെ അകത്ത് ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് ശരിക്കും ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കപ്പോൾ ഇത് ഫോൾഡ് ചെയ്യാം നന്നായിട്ട്. ഇതിപ്പോൾ എന്താ കണ്ടോ, നന്നായിട്ട് ഐസെല്ലാം പോയി നല്ല സോഫ്റ്റായി. അപ്പോൾ പിന്നെ നമുക്കിത് ഫോൾഡ് ചെയ്ത് അങ്ങ് വെക്കാൻ എളുപ്പമുണ്ട്. അതുപോലെ ഇത് ഐസ് പോയിട്ട് വെച്ചാലാണ് ഇത് നന്നായിട്ട് നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ഒന്ന് നന്നായിട്ട് ബൾജായി വരത്തുള്ളൂ. അപ്പോൾ ഈ എടുത്ത് നന്നായിട്ടൊന്ന് അത് ശരിക്കും നമ്മുടെ എഗ് പപ്സ് ഫോൾഡ് ചെയ്യുന്ന പോലെ നന്നായിട്ട് അതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. നാട്ടിലായിരുന്നപ്പോൾ ഇതിങ്ങനെ പപ്സൊന്നും ഉണ്ടാക്കില്ലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മളിങ്ങനെ ഇവിടുന്ന് റെഡിമെയ്ഡ് ഇങ്ങനെ ഷീറ്റൊക്കെ വാങ്ങാൻ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമുണ്ടല്ലോ. പിന്നെ പപ്സ് നാട്ടിൽ ഒരു നൊസ്റ്റാൾജിയ, ഇടയ്ക്ക് പപ്സൊക്കെ ഉണ്ടാക്കി കഴിക്കുക. 6 പപ്സും അങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗ് അതൊന്ന് ജസ്റ്റ് മേളിലൊന്ന് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് അങ്ങ് തൊടിച്ച് കൊടുക്കുന്നേ ഉള്ളൂ. കാരണം ഈ ബ്രഷ് വെച്ച് അടിക്കുമ്പോൾ ഈ ഭയങ്കര സോഫ്റ്റായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഒരുപാട് ഇട്ട് ഉരച്ച് കഴിഞ്ഞാൽ ആ ഷീറ്റ് മൊത്തം സ്ക്രാച്ചായി ഇതായിപ്പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒപ്പി അങ്ങ് കൊടുക്കേണ്ട എഗ് വൈറ്റ് നന്നായിട്ടൊന്ന്. ഇനിയിപ്പോൾ ഞാനപ്പോൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഓവൻ ഒരു 380 ഡിഗ്രിയിൽ ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാനും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഓൾറെഡി ഇപ്പോൾ ഓവൻ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം കൊണ്ട്
ഓവൻ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ബ്രഷ് ചെയ്ത് നേരെ നമുക്ക് ഓവൻ്റെ അകത്തേക്ക് വെച്ചാൽ മതി. ഓവൻ്റെ അകത്ത് നമ്മളൊരു ഞാൻ ഒരു 25 മിനിറ്റ് ആട്ടോ ഓവൻ്റെ അകത്ത് വെച്ചോളൂ. നമ്മൾ റെഡിയാക്കി പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. റെഡിയായി ഓവൻ നല്ല 370 ഡിഗ്രിയിൽ ചൂടായിരുന്നു. നമ്മുടെ പപ്സ് റെഡി. ഞാൻ ഒരു 25 മിനിറ്റാണ് വെച്ചിട്ടുള്ളൂ. 25 മിനിറ്റ് വെച്ചപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് നല്ല കണ്ടോ അവിടെ ഒരു യെല്ലോ ഷെയ്ഡൊക്കെ ആയി നല്ല സെറ്റപ്പായിട്ട് ബൾജായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് പപ്സ് റെഡി.